ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ദിവസത്തെ ഉച്ചവരെയുള്ള ഫുഡ് എന്തെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ കുക്കിംഗ് ചെയ്യാനൊപ്പം ഒരാളുണ്ടാവലുണ്ട്. ഇന്ന് പക്ഷേ ഒറ്റയ്ക്ക് ആക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങുന്നുണ്ട്. മുട്ട കുറച്ചധികം തന്നെ പുഴുങ്ങുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കാടമുട്ട കൂടി പുഴുങ്ങുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ തൊലിയിലും പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് പാലും വെള്ളം കൂടി മിക്സാക്കി തേക്കുന്നുണ്ട്. ഇത് ചായക്കും ഹോർലിക്സിനും വേണ്ടിയിട്ടുള്ള പാലാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് ഹോർലിക്സ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തിളച്ച് വന്ന പാല് ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാല് ചായക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മധുരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ കായ് ഒന്ന് വളിയിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം 2 വലുത് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് പഞ്ചസാരയും ആവശ്യത്തിലുള്ള നെയ്യും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 4 മുട്ടയോളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ ഇത് നന്നായിട്ട് മുട്ടയിലൊന്ന് വെന്ത് വരും. അങ്ങനെ കായ് വളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാൻ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കുറുമയാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ബീഫും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 6 വിസിലാവുന്നവരെ ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ബീഫ് റെഡി ആയതിന് ശേഷം ഞാൻ കുറുമ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ റെസിപ്പി കാണിക്കുന്നില്ല. ഇത് റെഡിയായ കുറുമയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഉച്ചത്തേക്കുള്ള വറവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പയറും ചെറിയ സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്ക് ഞാനിവിടെ വെള്ളയപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് പൊടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച പയറിൽ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിരണ്ടി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉച്ചത്തേക്കുള്ള വറവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ മത്തിയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കാനാണ്. ഇതിൽ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് മത്തി നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ മത്തിൻ്റെ മുട്ട കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കുറച്ച് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയിൽ അരിഞ്ഞിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലും ആക്കുന്നില്ല. ഇതിലേക്ക് ഇനി കാച്ചിട്ട് കടുകലും കാച്ചിട്ട് കഴിക്കും. അങ്ങനെ കറിയിൽ റെഡിയാവും. ഇതിന് ശേഷം നാസ്ത കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നല്ല വെള്ളയപ്പം, പിന്നെ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയ ബ്രോസ്റ്റർ ചിക്കൻ്റെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല കുറുമ കറിയുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല കുറുമയാണ്. റെസിപ്പി വേണ്ടവർ ഇതിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ നോക്കിയാൽ മതി. അങ്ങനെ ഇന്നത്തെ ഫുഡ് പരിപാടിയിൽ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ.